വെൽക്കം ടു ദിവ്യാസ് ഡിഷസ്. ചെമ്മീൻ മുരിങ്ങയ്ക്ക കറിയാണ്. എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം സൈസ് വലിപ്പമുള്ള നല്ല പുളിയുള്ള 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് 1-2 മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം നല്ല പുളിയുള്ള 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, മീഡിയം സൈസ് വലിപ്പത്തിന്. അതുപോലെ തന്നെ ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്. സവാളയുടെ കൂടെ ചെറിയ ഉള്ളി ഒരു 5-6 വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടില്ല. ചെറിയ സവാള 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ 3 പച്ചമുളക്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു മുരിങ്ങയ്ക്ക. ഒറ്റൊരു മുരിങ്ങയ്ക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല വലിപ്പമുള്ള ഒരു മുരിങ്ങയ്ക്ക. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. കറിയിലേക്ക് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി ചിരകിയെടുത്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 3 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. മീനിൽ ജീരകം ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ജീരകം കൂടെ ചേർക്കുമ്പോഴാണ് ഒരിത്തിരി ടേസ്റ്റ് കൂടുതൽ. മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുക്കാം. മീൻകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടി എടുക്കാൻ ശ്രദ്ധിക്കുക. മൺചട്ടിയിൽ വെക്കുന്ന മീൻകറിക്കായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അതിലേക്ക് ഇത്തിരി ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് നേരമായിട്ട് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയിൽ 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1/4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും. അങ്ങനെയാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചട്ടിയാകുമ്പോൾ നല്ല ചൂടായിരിക്കും. മൺചട്ടി പെട്ടെന്ന് ചൂടായി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. പൊടികളൊന്നും കരിയാതെ സൂക്ഷിക്കുക. അതിലേക്ക് ഒരു 2 നുള്ള് ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഓപ്ഷണലാണ്. എന്നാലും ഉലുവ പൊടിച്ചത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. 2 നുള്ള് ചേർത്താൽ മതി. അവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് തക്കാളി, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ചേർത്ത് 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒത്തിരി വെന്ത് കുഴയൊന്നും വേണ്ട. നന്നായിട്ടതൊന്ന് വഴന്ന് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് ചൂടുള്ള വെള്ളം, ഒരു 1.5 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളവും തക്കാളിയും ബാക്കിയുള്ള മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നതുവരെ വെയിറ്റ് ചെയ്യണം. അതിന് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് തിളപ്പിക്കാം. ഈ സമയത്ത് കുറച്ചുകൂടെ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം സവാള വഴറ്റാൻ വേണ്ടിയിട്ട് ചേർത്ത കുറച്ച് ഉപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് നേരം അടച്ച് വെച്ചതാണ്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്കയും മാങ്ങയും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ചെമ്മീനാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ചെമ്മീൻ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം. ചെമ്മീൻ അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കയും അതുപോലെ പച്ചമാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. മുരിങ്ങക്കയും പച്ചമാങ്ങയൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ചേർത്തിട്ട് ഇതൊന്ന് വെന്ത് വരുന്നവരെ മാത്രം ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് മുരിങ്ങക്കയും മാങ്ങയും ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താണ്. അത്യാവശ്യം മുരിങ്ങക്കയും മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇത്ര മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകവും 3 വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തതാണ്. ഇത്തിരി വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അത്യാവശ്യം നല്ല പുളിയുണ്ട്. നിങ്ങൾക്ക് പുളി കുറവാണ് വേണ്ടതെങ്കിൽ 1 മാങ്ങ ചേർത്താൽ മതി. പുളിക്കനുസരിച്ച് മാങ്ങയ്ക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കറി നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്ന് കറിയൊന്ന് കുറുകാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കത്
ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി കുറുകി പോകരുത്. അതുപോലെ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് താളിച്ചൊഴിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് താളിച്ചൊഴിച്ചാണ്. നിങ്ങൾക്കിതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ചെറുതായിട്ട് നരിഞ്ഞെടുത്തത്, അതുപോലെ വറ്റൽമുളക് ഇതൊക്കെ ചേർത്ത് താളിച്ചൊഴിക്കാം. അവരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത്രയും ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും. റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.